CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പുന്നയൂർകുളത്ത് വടക്കേക്കാട് പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. ഗുഡ്സ് വാഹനത്തിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 67 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ കോട്ടയം തേലകം സ്വദേശി ലിൻഡോ ജോസഫ് പോലീസ് പിടിയിൽ. കാട്ടകാമ്പാലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വീട് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 3 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറയങ്ങാട് കുനിയത്ത് വീട്ടിൽ ആദിത്യൻ, കാട്ടകാമ്പാൽ സ്വദേശി ദേവപ്രസാദ്, കളത്തിൽ വീട്ടിൽ ദീപക് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. 29ാമത് പാലയൂർ മഹാതീർത്ഥാടനം സമാപനത്തിലേക്ക്. പ്രാർത്ഥന നിർഭരമായ മനസ്സോടെ ആയിരങ്ങളാണ് പാലയൂരിലേക്ക് ഒഴുകിയെത്തിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ദിനം ആചരിച്ചു. കുന്നംകുളം CCTV ഓഫീസിന് മുന്നിൽ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് റഫീഖ് അയിനിക്കുന്നത്ത് പതാക ഉയർത്തി. ഗുരുവായൂരിലെ രാഷ്ട്രീയ പോരാട്ടം ഒരു ധർമ്മയുദ്ധമാണെന്നും താൻ നടത്തിയ പരാമർശങ്ങളെ ഉറച്ചു നിൽക്കുന്നുവെന്നും BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ. താൻ വർഗീയ പരാമർശമല്ല നടത്തിയതെന്നും മറിച്ച് ഗുരുവായൂരിലെ സാധാരണ വോട്ടർമാർ ഉയർത്തുന്ന ഗൗരവകരമായ ചോദ്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പരിശുദ്ധ മോർ ഓസ്താത്യോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിനെ ആശംസയുമായി ആർത്താറ്റ് സിംഹാസന പള്ളിയിലെത്തി കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ, UDF സ്ഥാനാർത്ഥി PT അജയ്മോഹൻ എന്നിവരാണ് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി പള്ളി സന്ദർശിച്ചത്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്ന് കുന്നംകുളം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ്മോഹന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മണലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശൂർ കളക്ടറേറ്റിൽ UDF നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പമെത്തിയാണ് തദ്ദേശ സ്വയംഭരണ ജില്ലാ ജോയിന്റ് ഡയറക്ടർ S ശ്യാമള ലക്ഷ്മി മുമ്പാകെ പത്രിക സമർപ്പണം നടത്തിയത്. മണലൂർ നിയോജകമണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി മറ്റം മേഖലാ കൺവെൻഷൻ ചേർന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. LDF ചൂണ്ടൽ മേഖലാ കൺവെൻഷൻ നടന്നു. കായങ്കാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPM നേതാവും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റുമായ NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശത്തിനും ഉത്സവത്തിനും തുടക്കം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ പരിശുദ്ധ സ്ലീബ മോർ ഓസ്താത്യോസ് ബാവയുടെ 96ാമത് ഓർമ്മ പെരുന്നാളും വചനപ്രഘോഷണവും ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. വേലൂർ പുലിയന്നൂരിൽ നിന്നും 418 കിലോഗ്രാം കൊപ്ര മോഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിൽ. വേലൂർ ചുങ്കം കോടശ്ശേരി തലപ്പുള്ളി വീട്ടിൽ സജിത്ത്, കക്കാട് വീട്ടിൽ സനീഷ് എന്നിവരാണ് പിടിയിലായത്. മലങ്കര സഭയുടെ പുണ്യശ്ലോകരായ സ്ലീബ മോർ ഓസ്താത്യോസ്, പൗലോസ് മാർ സെവറിയോസ് മെത്രാപ്പൊലീത്തമാരുടെ ഓർമ്മ പെരുന്നാൾ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻപള്ളിയിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. DYFI കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് ട്രഷററായിരുന്ന അനുഷ അഗതിയൂരിനെ അനുസ്മരിച്ചു. 3ാമത് ചരമദിനത്തിന്റെ ഭാഗമായി അഗതിയൂർ DVM സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ചലച്ചിത്ര ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർകുളം സദ്ഭാവന സേവാ സമിതിയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി ആൽത്തറ രാമരാജ സ്കൂളിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 29ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതിനായി വിവിധ മേഖലകളിൽ നിന്നും പദയാത്രകൾ പാലയൂരിന്റെ മണ്ണിലെത്തി. ചെത്ത് മദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ CITU ചാവക്കാട് റേഞ്ച് കുടുംബസംഗമം ഗുരുവായൂരിൽ നടന്നു. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന കുടുംബസംഗമം CPM മുൻ സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ലോക ജലദിനാചരണത്തോടനുബന്ധിച്ച് പോർക്കുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്നേഹത്തണ്ണീർ കുടങ്ങൾ സ്ഥാപിച്ചു. കാവീട് ആളാങ്കുളം ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.